കഴിഞ്ഞ 15 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ ഞാൻ നട്ടുവളർത്തിയ തേൻ വരിക്കയുടെ ആദ്യ ഫലം ഇതാ നമ്മുടെ അച്ചായൻ ഇവിടെ മുറിക്കാൻ പോവുകയാണ്. അപ്പോൾ ദൈവ അനുഗ്രഹത്താൽ ഇതിന് സാധിച്ചതിന് ദൈവത്തിന് നന്ദി പറയുന്നു. ആദ്യ ഫലം ഇതിന് ദൈവത്തിന് ഉള്ളതാണ്. അത് അച്ചായനിൽ നിന്ന് നേർച്ചയിട്ട് അപ്പോൾ ആദ്യ ഫലം ദൈവത്തിനുള്ളതാണെന്നാണല്ലോ പറയുന്നത്. പക്ഷേ അത് നമുക്ക് കൊടുക്കാനൊക്കെ സാഹചര്യം ഒക്കെ ഉള്ളതുകൊണ്ട് അച്ചായൻ ഇന്ന് അതിനുള്ള പൈസ പള്ളിയിൽ നേർച്ചയിട്ടു. അപ്പോൾ അച്ചായൻ തന്നെ ഇത് മുറിക്കുന്നതായിരിക്കും. തേൻ വരിക്കയാണെന്നാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം ഈ ചക്ക എങ്ങനെയുണ്ട്. തേൻ വരിക്കണം. അപ്പം അച്ചായൻ്റെ ഇങ്ങനെയാണ് അച്ചാൻ മുറിക്കുന്നത്. അപ്പം മുറിക്കുകയാണ്. കൈ മുറിയാതെ നോക്കണം കേട്ടോ അച്ഛ. പിച്ചാത്തിക്കാണ് മുറിക്കുന്നത്. മുറിച്ചുകൊണ്ടിരിക്കുന്ന കൈ മുറിയാതെ നോക്കണേ കേട്ടോ. കൈ മുറിയാതെ നോക്കണം. ഓ ഓ ഓ ശക്തിമാൻ. ഇതാ കീറി മുറിക്കുകയാണ് അച്ചായൻ്റെ ആ ഒരു യൂട്യൂബ് വീഡിയോ ഒക്കെ കണ്ടിട്ടാണ് ഇത് ചെയ്യുന്നത്. അച്ചായൻ മുറിക്കുമോ നോക്കാം. മുറിക്കുമോ നോക്കാം. യോജിന് എന്നെ അഡ്വൈസ് കൊടുക്കുകയാണെങ്കിൽ അച്ചാൻ്റെ അടുത്ത് നിന്ന് കൊടുക്കാം. പൊളന്നോണ്ടിരിക്കുകയാണ്. ഇതേ അച്ചായൻ കട്ട് ചെയ്തു. ഇതാ പിളർത്തുകയാണ്. പിളർത്തി രണ്ട് സൈഡിലോട്ടാക്കി. അച്ഛാ ഇത് എന്നാ വരിക്കുക? സുഹൃത്തുക്കളെ നിങ്ങളൊന്ന് പറയാമോ, ഇത് എന്ത് വരിക്കുകയാണ്? വലിയ കളറ് അല്ലേ? ലൈറ്റ് യെല്ലോ, നിറച്ചും ചോളയുണ്ട്. ഇത് കണ്ടോ, തേൻ വരിക്കുകയെന്നാണ് പറയുന്നത്. ടേസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് പറയാം. ഇത് ഒരു മുറിയാണ്. അച്ഛൻ രണ്ടായിട്ട് പിളർന്നെടുത്തു. ഇത് രണ്ടാമത്തെ മുറി. അച്ഛൻ അത് അതിൻ്റെ അരക്ക് തേച്ച് കളയുന്നു. സുഹൃത്തുക്കളെ, അങ്ങ് ദൈവകൃപയാൽ നമുക്ക് രണ്ടായിട്ട് നമ്മുടെ ഇത് ഏകദേശം 15 കിലോ ഉണ്ടായിരുന്നു തൂക്കി നോക്കിയപ്പോൾ. ഞങ്ങളുടെ വെയിങ് മെഷീനുണ്ട്. അപ്പോൾ ചക്കയുടെ നിറത്തിലല്ല കാര്യം, രുചിയിലാണ് കാര്യം. അപ്പോൾ നമുക്ക് രുചി നോക്കാം. മഴക്കാലമൊക്കെ ആയിരുന്നല്ലോ, അതുകൊണ്ടാണ് മധുരം. തേൻ വരിക്കയ്ക്ക് മധുരം ഉണ്ടോ എന്ന് നോക്കാം. ഇത് അച്ചാൻ ഒരു കട്ട് ചെയ്തു. അച്ചാൻ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അച്ചാൻ തന്നെ നോക്കട്ടെ. അതിൻ്റെ ചകണിയൊക്കെ എടുത്തേ. ചകണി പറിച്ച് കളാം. ശരിക്ക് അച്ചാൻ തന്നെ നോക്കുക ആദ്യ ഫലം. മധുരമുണ്ടോ? സൂപ്പറാണോ? തേൻ വരിക്ക. അടിപൊളി. അച്ഛൻ പറഞ്ഞ അടിപൊളിയാന്ന്. ദൈവത്തിന് സ്തുതി. സൂപ്പറാണോ? സൂപ്പർ. നല്ല ദൈവത്തിന് സ്തുതി. കണ്ടോ, ഇതേ നിറച്ച് ചക്കച്ചോളയാണ്. നിറച്ചിരിക്കുക. അതേ കണ്ടോ, തേൻ്റെ ടേസ്റ്റാണ്. അതായത് ചെറുതേൻ്റെ ആണോ? തേൻ്റെ ടേസ്റ്റാ. ആണോ? ചെറുതേൻ്റെ ടേസ്റ്റ് ആണോ? സൂപ്പറാണോ? സൂപ്പർ. സൂപ്പർ. എന്നാ ഇത് എല്ലാം ഒന്ന് അച്ചാനൊന്ന് ഉരിഞ്ഞെടുക്കൂ. നമുക്ക് എല്ലാവർക്കും കൊടുക്കാം അല്ലേ? ബാക്കി നമുക്ക് ഇച്ചിരി കുമ്പിളും ഉണ്ടാക്കാം അല്ലേ? എല്ലാവരും ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് അറിയട്ടെ. ഇതിൻ്റെ ചക്ക ആദ്യം എന്നല്ലേ പറയുന്നത്? പ്ലാവ് ആദ്യം, തൈ മദ്യം, കവുങ്ങന്ത്യം എന്നല്ലേ പറയുന്നത്? ഇതിൻ്റെ കുരു ആർക്കെങ്കിലും വേണമെങ്കിൽ പറയണം. കാരണം ഇത് ആദ്യ ഫലമായതുകൊണ്ട് അങ്ങനെയല്ല നമ്മുടെ കാരണവന്മാർ പറയുന്നത് അല്ലേ അച്ഛാ? പ്ലാവ് ആദ്യം, തൈ മദ്യം, കവുങ്ങന്ത്യം. അന്ന് അച്ഛൻ ഒന്ന് മുറിക്കാം മൊത്തത്തിൽ. ഇപ്പം അച്ഛൻ്റെ ടേസ്റ്റാണ് ജോജിൻ്റെ ടേസ്റ്റ് നമ്മൾ വ്യത്യാസം ഉണ്ടോ നോക്കാം. ജോജിനൊരു ഒരെണ്ണം കൊടുക്കാമോ? ജോജിനെ അച്ഛൻ മുറിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ രണ്ടായി പൊള്ളുന്നു. ജോയിനെ ഒന്ന് ടേസ്റ്റ് ചെയ്താടാ. ഒന്ന് വരാമോ? ഇത് കണ്ടോ, ഇത് ഞാനൊരു ഫാമിൽ നിന്ന് മേടിച്ചാണ് 15 വർഷങ്ങൾക്ക് മുമ്പ്. അന്ന് തേമ്പരിക്കാന്നാണ് പറഞ്ഞു തന്നത്. ഈ 2 വർഷം കൊണ്ട് കായ്ക്കുമെന്നാണ് പറഞ്ഞത്. 2 വർഷം പോയിട്ട് 15 വർഷം എടുത്ത് ഇത് കായ്ക്കാൻ. ഇത് ഞാൻ അവസാനം മോതിരവളം ഇട്ട് കഴിഞ്ഞപ്പോഴാണ് പിന്നെ ശരിക്കും ഒരു പുഷ്ടി വന്നത്. മോതിരവളം ഇടുന്നത് ഈ കായ്ക്കാത്ത പ്ലാവിനൊക്കെ നല്ലതാണ്. മോതിരവള ഇടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ മെയിൻ തടിയുടെ വട്ടത്തിൽ ഒരു 3-4 സെൻറ്റിമീറ്റർ
5-6 സെൻറ്റിമീറ്റർ വീതിയിൽ മൊത്തം വട്ടത്തിൽ അതിൻ്റെ തൊലി മാത്രം കളയണം. അപ്പം നമ്മുടെ പ്ലാവ് കായ്ക്കാത്ത പ്ലാവും കായ്ക്കും. അപ്പം എനിക്കങ്ങനെ അനുഭവം ഉണ്ടായി. അതുമല്ല പ്ലാവിൻ്റെ വളർച്ച കൂടും, കായ്ക്കാനുള്ള അതിൻ്റെ ആ ഒരു ത്വരിതി വേഗത്തിലാവും. ഇത് ജോജി വന്നിട്ടുണ്ട്. ജോജി കൊച്ചൊന്ന് കഴിച്ചു നോക്കിക്കേ, ഒരെണ്ണത്തിന് ടേസ്റ്റ് ചെയ്ത് നോക്കി എങ്ങനെയുണ്ടെന്ന്. അച്ഛൻ പറഞ്ഞ സൂപ്പർ തേൻ്റെ ടേസ്റ്റാണെന്നാണ് പറയുന്നത്. ഇതുണ്ട് നമ്മൾ ലൈറ്റ് യെല്ലോ കളറാണ്, നല്ല സൂപ്പർ ടേസ്റ്റാണെന്നാണ് പറഞ്ഞത്. അച്ഛാ ഈ വെള്ളം മഴ പെയ്തതിൻ്റെ വെള്ളച്ചൊവ വല്ലതും ഉണ്ടോ? ഇല്ലില്ല. ഒരു വെള്ളച്ചൊവയില്ല. മൂന്ന് ചക്ക ഒന്നിച്ചാണ് ഉണ്ടായത്. അതിൽ ആദ്യം ഉണ്ടായവനാണ് ഇത്. ഇതിൽ ചെറിയ ചക്കയാണ് ഇനി കിടക്കുന്ന 2 ആകെ 3 ചക്കയേ ഉള്ളൂ ഈ പ്ലാവിനുണ്ടായുള്ളൂ. അച്ഛൻ വിദഗ്ധമായിട്ട് ചെത്തി പല കത്തികളാണ് അച്ഛൻ ഉപയോഗിക്കുന്നത്. ആദ്യം മുറിക്കാൻ അരിവയോ വെട്ടുകത്തിയോ കോടാലിയോ ഒന്നും ഇല്ലാതെ പിച്ചാത്തി കൊണ്ട് തന്നെയാണ് അച്ഛൻ്റെ അഭ്യാസം. എനിക്ക് തോന്നുന്നു അച്ഛൻ യൂട്യൂബൊക്കെ കണ്ടാണ് ഇത് ടെക്നിക്ക് പഠിച്ചതെന്ന് തോന്നുന്നു. കാരണം 2 ടൈപ്പ് കത്തിയാണ് ഉപയോഗിക്കുന്നത്. കാരണം കണ്ടോ, ഇതിൻ്റെ കുനാഞ്ഞിൽ ചെത്താൻ ചെറിയ കത്തി കണ്ടോ. ടൂൾസൊക്കെ പല ഉണ്ട്. അപ്പം നമ്മൾ പ്രായമായവരൊക്കെ യൂട്യൂബൊക്കെ കാണുമ്പോൾ ഓരോ ടെക്നിക്കൊക്കെ പഠിക്കും. അച്ഛൻ മിനിമം എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ 5 മണിക്കൂർ ഇരിക്കുന്നുണ്ട് ഒരു ദിവസം. ഇപ്പോൾ എൻ്റെ അനിയൻ പിന്നെ മൊബൈൽ പൂട്ടി വെച്ചിരിക്കുക 2 മണിക്കൂറാക്കി വെച്ച്. കാരണം 2 മണിക്കൂറിൽ കൂടി ഒരാൾ യൂട്യൂബ് നോക്കണ്ടല്ലോ. അത് പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകും, മാനസിക പ്രശ്നങ്ങൾക്കും. അപ്പോൾ എല്ലാവരും കുട്ടികളൊക്കെ ഉപയോഗിക്കുമ്പോൾ അച്ഛൻ അനിയന് കൊടുത്തിരിക്കുകയാണ്. അനിയൻ ഇവിടുന്ന് അവൻ പറഞ്ഞ അവൻ ഷർട്ടൊന്നും ഇല്ലാത്ത തലയൊന്നും ചീകിയില്ല, അതുകൊണ്ട് അവൻ പിന്നെ കഴിച്ചോളാം പറഞ്ഞു. അത് അച്ഛൻ പിന്നെയും കഴിക്കുന്ന അച്ഛനെ വീണ്ടും ഇഷ്ടപ്പെട്ട് അടുത്ത മുറിയുടെ ചുളയും കൂടെ എടുത്ത് അച്ഛൻ എങ്ങനെയുണ്ട് അച്ഛാ? തേൻ്റെ ടേസ്റ്റാണോ, മധുരമാണോ, അതോ തേൻ്റെ രുചിയാണോ? തേൻ്റെ രുചി. അപ്പം ഇത് വേണമെങ്കിൽ നിങ്ങൾ ആരിലും വേണമെങ്കിൽ കമൻറ്റ് ചെയ്ത് വെച്ചാൽ മതി, നിങ്ങൾക്ക് തരാം. അപ്പം വായോ കൂട്ടുകാർ ഇഷ്ടം പോലെയൊക്കെ ഉണ്ട്. എത്രയാണ് 100-200 പേർക്ക് കൊടുക്കാനുള്ള ചുളയുണ്ട് അല്ലേ അച്ഛാ? ഇല്ലേ? 250 ചുളയില്ലേ? അതിൽ കൂടെ ഉണ്ടെങ്കിലേ ഉള്ളൂ കണ്ടോ. അതായത് ചുണ്ടൻ വെള്ളം പോലെ കിടക്കുന്നത് കണ്ടോ, നിറച്ച് ആൾ പോലെ. ഒരു ഉണ്ടോ തിങ്ങി നിറഞ്ഞ ചക്കയാണ്. അപ്പോൾ ഇതിൻ്റെ വിത്തുകൾ വേണമെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെട്ടാൽ മതി. ഇത് കണ്ടോ, അച്ഛൻ മനോഹരമായിട്ട് ആ ചക്ക വിടർത്തിയെടുത്തിരിക്കുന്നുണ്ട്. വെരി ഗുഡ് അടിപൊളി. ഇങ്ങനെ വേണം ചക്ക വിടർത്തിയെടുക്കാൻ. അച്ഛൻ ചക്ക വിട്ട് തുറന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇങ്ങനെ വേണം നിങ്ങൾ ചക്ക മുറിക്കാൻ. നേരെ ഇതിലെ നടുവേ പുലർക്കണം, നടുവേ അല്ലേ? അതിൻ്റെ ഗുണം എന്താ വെച്ചാൽ ഇതിൻ്റെ കറ വളരെ കുറച്ച് ഇറങ്ങി കിട്ടും. ആണ്ടോ? ഇപ്പോൾ നോക്കിയ സുഹൃത്തുക്കളെ, ഭയങ്കരമായിട്ട് കറയൊന്നുമില്ല കണ്ടോ. അല്ലേ ചക്ക മുറിച്ച് എന്തുമാത്രം അരക്കായിരുന്നു. അപ്പോൾ ഈ ടെക്നിക്കുകൾ നിങ്ങൾ ഉപയോഗിക്കണം കേട്ടോ. ചക്കയെന്ന് പറഞ്ഞാൽ ഏറ്റവും ഔഷധമാണ് അല്ലേ? അത് തേൻ വരിക്കാകുമ്പോഴത്തേക്ക് അതിനകത്ത് അച്ഛാ പിന്നെയും എന്ത് പെട്ടാൻ തോന്നുന്നില്ല, അതിനിടയ്ക്ക് കഴിക്കാൻ തോന്നണം. രുചി പിടിച്ചു പോയി. ഞാൻ ഈ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ കഴിക്കാത്ത. ഇനി ഇതെടുത്ത് നമുക്ക് കഴിക്കണം. ജോജി കഴിക്കുന്നുണ്ട്. ജോജി എങ്ങനെ ഉണ്ടാ? സൂപ്പറാ അല്ലേ? അപ്പം ആദ്യ ഫലമാത്തിലെ കുരുവാണ് നമ്മൾ കുഴിച്ചിടേണ്ടത്. എന്നാലേ ഉള്ളൂ ഇതിൻ്റെ ആ മദർ പ്ലാന്റിൻ്റെ അത്രയും ഈ ഗുണം കിട്ടുള്ളൂ. ഇത് 15 കിലോയ്ക്ക് മിച്ചമുണ്ട് അല്ലേ ചാ? 16 കിലോയുടെ ചക്കയാണ് കണ്ടോ. 16 കിലോ ഉണ്ടായി. ഒരു പ്ലാവ് എന്ന് പറഞ്ഞാൽ അല്ലേ, ഒരു മീഡിയം സൈസ് ചെറിയ പ്ലാവായിരുന്നു, പക്ഷെ 16 കിലോ ചക്ക ഉണ്ടായി. സൂക്ഷിച്ചെത്തണേ, കൈ മുറിയരുതേ. അധികം ഉണ്ടെങ്കിൽ അധികം ചക്ക നമ്മളുണ്ടെങ്കിൽ പോളിത്തീൻ കവറിനകത്താക്കിയിട്ട് ഫ്രിഡ്ജിനകത്ത് വെക്കണം അല്ലേ? ഇത് അച്ഛൻ അവിടെ ചെത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടോ. അതെ അടിപൊളി ഒരു അല്ലേ, നിറച്ച് തിങ്ങിയ ചക്ക അല്ലേ അച്ഛാ? അടിപൊളി ചക്ക. അപ്പോൾ ചക്ക വേണ്ടവർ ഇവിടെ വന്നാൽ മതി, കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ വിത്ത് വേണ്ടവർ കമൻറ്റ് ചെയ്യുക.
ഞങ്ങൾ ഇതിൻ്റെ സീഡ് എടുത്ത് വെച്ചേക്കാം. സീഡ് എത്ര നാൾ വേണമെങ്കിലും ഇരിക്കുമല്ലോ. ഫ്രിഡ്ജ് വെച്ചേച്ചാൽ പോരെ. അതുപോലെ തന്നെ ചക്ക ഫ്രിഡ്ജ് വെച്ചേച്ചാൽ മതി ഇല്ലടാ, പോളിത്തീൻ കവറിനകത്ത് ഇട്ടല്ലേ. ചിലർ ഹണി ഒഴിച്ച് തേൻ ഒഴിച്ച് നോക്കും. വിദേശ രാജ്യത്തൊക്കെ ഉള്ളവർ ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ട്. അതിനകത്ത് തേൻ ഒഴിച്ച് ഇത് അച്ഛൻ ചെറിയ പിച്ചാത്തി എടുത്ത് കണ്ടോ, വളരെ മനോഹരമായിട്ട് ഒരു പ്രൊഫഷണൽ ആയിട്ട് ചെത്തുന്നു കണ്ടോ. കാരണം അത് കണ്ടോ, അതിൻ്റെ കുനാഞ്ഞിൽ കറക്റ്റായിട്ട് കണ്ടോ. വലിയ നേരത്തെ നമ്മൾ ചക്ക വെട്ടി മുറിക്കുന്ന കോടാലി, അതുപോലെ തന്നെ വലിയ വെട്ടിരുവ, വലിയ കമ്പിപ്പാര, ഇത് എത്ര സിമ്പിളായിട്ട് അച്ഛൻ മുറിച്ച് കണ്ടോ. ജോലി നിനക്ക് തന്നുവിടാം കേട്ടോ, ടിഫിൻ ബോക്സിനകത്തിട്ട് അവിടെ എല്ലാം കാഷ്വാലിറ്റിയിലൊക്കെ കൊണ്ട് കൊടുക്കും. കൊളീഗ്സിനും ഡോക്ടേഴ്സ്മാർക്കും ഒക്കെ കൊണ്ട് കൊടുക്കും. അടിപൊളി. അതെ ഇവൻ ഇതെടുത്ത് തിന്നുക കണ്ടോ. പുള്ളി ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. പറിച്ചെടുക്കടാ, 2 കൈ കൊണ്ട് പിടിക്കും. ഒരു കൈ കൊണ്ട് പറഞ്ഞ നല്ല പിടുത്തം. നല്ല പക്ഷെ നല്ല പിടുത്തമല്ലേ ചുവട്ടിൽ. ഒരെണ്ണം കാണിച്ച് ക്ലോസ് വ്യൂ കാണിച്ച് ഒരെണ്ണം എടുത്ത് നന്നായിട്ട് ചവണിയൊക്കെ കളഞ്ഞ് ഒരെണ്ണം വൃത്തിയാക്കി എടുത്ത് വെച്ചാൽ ക്ലോസ് വ്യൂ ആൾക്കാരിന്ന് കാണട്ടെ. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണം എടുത്ത് നന്നായിട്ട് വൃത്തിയാക്കി കാണിച്ചു വെച്ചാൽ അതിൻ്റെ ഇത് പിടിച്ച് അത് വൃത്തിയാക്കി കാണിച്ചേ. കണ്ടോ നല്ല ഇതാ. അടിപൊളി. ദൈവാനുഗ്രഹത്താൽ ഒരു കേടുമില്ലാതെ കിട്ടിയ അച്ഛ നമ്മുടെ ആദ്യ ഫലം അല്ലേ അച്ഛാ. അപ്പോൾ ആദ്യ ഫലം ഒരു കേടുമില്ലാതെ കിട്ടിയ ദൈവത്തിന് നന്ദി പറയുന്നു അല്ലേ. അപ്പോൾ എല്ലാവർക്കും ദൈവം ഇതുപോലെ ധാരാളം ഫലങ്ങൾ നൽകി അനുഗ്രഹിക്കട്ടെ അല്ലേ അച്ഛാ. ഇതിൻ്റെ നമ്മൾ വിത്തെടുത്ത് വെക്കുന്നില്ല അച്ഛാ, കുഴിച്ചിടാൻ വേണ്ടി. അപ്പോൾ ആദ്യ ഫലമായിട്ട് ഇതിൻ്റെ ഞങ്ങൾ കുരു എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇനി എല്ലാം അച്ഛൻ പൊളിച്ചെടുക്കി കുറച്ച് അല്ലേ സമയം എടുക്കും അല്ലേ അച്ഛാ. സമയം എടുക്കുമോ? പെട്ടെന്ന് തന്നെ പെട്ടെന്ന് എടുക്കുമോ? അപ്പോൾ പെട്ടെന്ന് അച്ഛൻ എടുത്ത് മാറ്റി വെക്കും. അച്ഛൻ ഒരെണ്ണം നല്ല ഫ്രഷോട് കൂടി എടുത്ത് കാണിച്ചു. ഇതാണ് നമ്മുടെ അടിപൊളി നല്ല തേൻപരിക്കയുടെ പീസ് കണ്ടോ. അടിപൊളി തേൻപരിക്ക കണ്ടോ, അടിപൊളി ചക്ക. അച്ഛാ ഇതുകൊണ്ട് എന്നാക്കി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അച്ഛാ? കുമ്പിളുണ്ടാക്കുമോ? കുമ്പിള് ഇടനയില കൊണ്ട് കുമ്പിളുണ്ടാക്കാം. ആ പിന്നെ അച്ചാച്ചനും ചക്കയെന്ന് നമുക്ക് ഇതിന് തലക്കെട്ട് ഇടാമല്ലോ. അച്ചാനും തേൻ വരിക്കി അച്ചായനും ഇടാം. അപ്പം പ്രേക്ഷകരെ അച്ചാൻ അപ്പം നാടൻ ഒരു അടിപൊളി ഫ്രൂട്ട്സാണ്. ഇപ്പോൾ ചിലർ പറയും ഞാൻ ഇന്നൊരു പഴം മാത്രമേ കഴിച്ചുള്ളൂ അല്ലേ അച്ഛാ. അച്ഛാ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ ഞാൻ ഇന്നൊരു പഴം കഴിച്ചുള്ളൂ എന്ന്. ഒരു ചക്കപ്പഴം അല്ലേ, ഒരു ചക്കപ്പഴം. ആ അപ്പം നാച്ചുറൽ ഫ്രൂട്ട്സ് ആണ്. അപ്പോൾ ഇത് നമുക്ക് ഒരു വിഷമോ മായോ ഒന്നും നമ്മൾ ഇട്ടിട്ടില്ല അല്ലേ അച്ഛാ. ഒരു വളം പോലും ഇടാതെ ഉണ്ടായതാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ഒരു വീട്ടിൽ ഒരു പ്ലാവ് വെച്ച് എല്ലാവരും നട്ട് വളർത്തുക. അപ്പം എല്ലാവർക്കും നിങ്ങൾക്ക് ഇതിൻ്റെ തൈ വേണമെങ്കിൽ ഞങ്ങൾ തരാം, കുരു കുഴിച്ചിട്ടേച്ചാൽ മതി. നല്ല നാടൻ തേൻ വരികയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊന്നും എല്ലാവരുടെ വീട്ടിലും മസ്റ്റായിട്ട് ഒരു പ്ലാവും തൈ വളർത്തുക. നമ്മൾ കടയിൽ നിന്നൊക്കെ 80 രൂപയൊക്കെ കിലോയ്ക്കൊക്കെ ലുലുവിലൊക്കെ ചക്കയ്ക്ക് വിയറ്റ്നാം എയർലിക്കൊക്കെ. വിദേശ രാജ്യങ്ങൾക്കുള്ളവരാണെങ്കിൽ അവർക്കറിയാം. ലുലുവിൽ സൂപ്പർ മാർക്കറ്റൊക്കെ ചെല്ലും ഒരു ചക്കയ്ക്ക് എത്ര ഡോളർ മേടിക്കുന്നത്, കിലോയ്ക്ക് എത്ര ഡോളറാണ് ഒരു ചക്കയ്ക്ക്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ചക്കകളൊന്നും പാഴാക്കി കളയരുത്. അതെല്ലാം നമുക്ക് മൂല്യവർദ്ധകമായിട്ട് ഉപയോഗിക്കണം. ചക്ക ഉണ്ടെങ്കിൽ അരച്ച് പേസ്റ്റ് ആക്കുക, അല്ലെങ്കിൽ ശർക്കര തിരുമ്മി വരട്ടി വെക്കുക. അതാകുമ്പോൾ നമുക്ക് ജാമായിട്ടൊക്കെ ഉപയോഗിക്കാം. അതായത് പൊറോട്ട കഴിക്കാം, അതുപോലെ തന്നെ ബ്രെഡിനകത്തും ചപ്പാത്തിക്കൊക്കെ വെച്ച് ഈ ചക്ക ശർക്കരയൊക്കെ ആയിട്ട് വരട്ടി വെച്ച് കഴിഞ്ഞാൽ ഉപയോഗിക്കുക. അതുപോലെ തന്നെ പോളിത്തീൻ കവറിനകത്ത് ഉരിഞ്ഞ് ഫ്രിഡ്ജ് വെച്ചേച്ചാൽ മതി, ഒരിക്കലും കേടാകത്തില്ല. പിന്നെ ചക്കച്ചോളം എടുത്തിട്ട് ഇതിനകത്തിട്ട് വെച്ചേച്ചാൽ മതി.
തേൻ ഒഴിച്ച് വെച്ചാൽ മതി. ടിന്നിനകത്തൊക്കെ വെച്ച് തേൻ ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ടിരുന്നോളും. അപ്പോൾ ചക്ക ഒരിക്കലും ആരും പാഴാക്കി കളയരുത്. അപ്പോൾ ഇനി ഇത് അച്ഛൻ ഇതെല്ലാം സേഫായിട്ട് എടുത്ത് ഞങ്ങൾ വെക്കാൻ പോവുകയാണ് ഈ ചോള ഉരിഞ്ഞ്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അച്ഛാ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെല്ലാം അച്ഛൻ ഒത്തിരി നാളായി കണ്ടിട്ട് താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. ഹാപ്പി സൺഡേ. എല്ലാവർക്കും താങ്ക് യു. അച്ഛൻ്റെ എല്ലാ അന്വേഷണങ്ങളും. ഓക്കെ, ബൈ. ഹാവ് എ നൈസ് ഡേ. ഇതാണ് തകൃതമായിട്ട് അച്ഛൻ ഇവിടെ ചക്കതീറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്.